ദേവി ഇതാണോ? എനിക്ക് തോന്നുന്നു മനുവേട്ടാ. എന്നാ കുട്ടനെ വേഗം വിളിക്കേ. ആ കുട്ടാ ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മ? സുന്ദരതര വിനാകധര ഹര ഗംഗാധര ഗജാചർമാംബരധര ഗംഗാധര ഗജ ചർമാംബരധര ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമഃ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമഃ. എന്താ അമ്മ വിളിച്ചത്? ഞാൻ പറഞ്ഞിട്ടാ നിന്നെ വിളിച്ചത്. എന്താ വച്ചാ? അത് പിന്നെ ഈ നിൽക്കുന്നത് വരുണിന്റെ കസിനാണ്. നിനക്ക് ഇവരറിയോ? ഇല്ലച്ചാ. അപ്പോ നിനക്കോ കുഞ്ഞെ? അറിയില്ല. അല്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ സ്റ്റേ ഇവിടെ അല്ലേ? അത് പിന്നെ വേറെ സ്ഥലം വല്ലതും? ഏയ് വേറെ ഇവിടെ വീടുകളൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിച്ചോളൂ. ഓ ഒരുപാട് നന്ദിയുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. കുട്ടാ, അച്ഛാ നീ അവർക്ക് ഗസ്റ്റ് ഹൗസ് കാണിച്ചു കൊടുക്ക്. ശരി അച്ഛാ. എല്ലാവരും വരൂ. ഞാൻ ചിന്തിക്കുന്നത് തന്നെയല്ലേ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്? അപ്പോൾ നമ്മുടെ കുട്ടനാണോ ആ നാഗരാജാവ്? അല്ല, നാഗരാജാവല്ല, സഹോദരൻ. ദേവി നോക്ക് മനുവേട്ടാ, ദാ ഇവിടെ ഈ ഉദരത്തിലാണ് അവൻ വളർന്നത്. 2 വട്ടം എനിക്കായി ഉപേക്ഷിച്ച ആ ജീവൻ എന്നിൽ തന്നെ ഭ്രൂണമായിരിക്കുന്നു. എൻ്റെ ഏട്ടൻ, എൻ്റെ സഹോദരൻ, എനിക്കെന്താ പറയണ്ടേന്നറിയില്ല. ദേവി കരയില്ലേ? അവർ ഇനിയെങ്കിലും ഒന്നിക്കണം മനുവേട്ട. ഇത് അവരുടെ കാലമാണ്. പുനർജന്മം അവർക്ക് വീണ്ടും അവസരം കൊടുത്തിരിക്കുകയാണ്, സാക്ഷിയായി പ്രകൃതിയും. അതെ, കാളി ഇനി അവന്റെ ദേവന്റെ മാത്രമായിരിക്കും. മനുവേട്ട പറഞ്ഞു വരുമ്പോ ഇത് പുനർജന്മമാണെന്നാണോ? അതെ. ഫൈനലി ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാഗരാജാവിന്റെയും കാളിയുടെയും കഥയുമായിട്ടാണ്. ഇതായിരുന്നു ഞാൻ കണ്ട അവസരം. വീണ്ടും അവർ ഒന്നിക്കുകയാണ്. എന്റെ കൂട്ടൻ അവന്റെ ബെറ്റർ ഹാഫിനെ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെയല്ല ജ്യോതി പറയേണ്ടത്. കാളിയല്ല കണ്ടെത്തിയത്, കാളിയെ ദേവനാണ് കണ്ടെത്തിയത്. കാളിയെ തേടിയാണ് അവന്റെ ദേവൻ വന്നത്. അതെ, ചരിത്രം തിരുത്തെഴുതിയിരിക്കുന്നു. ഇനി ഭൈരവൻ കാളിയെ സ്വന്തമാക്കട്ടെ. അച്ഛാ അമ്മ, ഇതാട്ടോ താക്കോല്. 4 മുറികളുണ്ട്. ഇഷ്ടമുള്ളിടത്ത് കിടന്നോളൂ. സൗകര്യം കുറവാണെങ്കിൽ പറയണേ. ഇല്ല കുഞ്ഞെ, ഇതൊക്കെ ധാരാളം. മോന്റെ പേരെന്താ? കാളി മാധവൻ. കുട്ടനെന്ന് വിളിച്ചാൽ മതി അമ്മ. ശരി കുട്ട. മോൻ എന്താ ചെയ്യുന്നേ? ഞാൻ ഡോക്ടറാണ്. ആഹാ, കണ്ടാ പറയില്ല, അബിയുടെ അതേ പ്രായം. അബി ദാ ഞങ്ങളുടെ മോൻ. ഹായ്. എന്താ ആലോചിച്ച് നിൽക്ക? സംസാരിക്കേ. ഹായ്, പേരെന്താ? കാളി. അല്ലയോ കാളി, അങ്ങെന്തിനാണ് തിരിച്ചു വന്നിരിക്കുന്നത്? നാം ഇപ്പോ പറയുന്നത് തെറ്റാണെന്നറിയാം. അങ്ങയെ ഞാൻ പ്രണയിക്കുന്നുണ്ട് ദേവ. ആൻഡ് യു? ഭൈരവ്. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു കാളി. നമ്മള് മുന്നേ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അയ്യോ, എന്റെ അറിയില്ല. എന്താ? കണ്ടതുപോലെ തോന്നി. ഓ, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ശരി എന്നാ. പിന്നെ അമ്മയോടും അച്ഛനോടും പറയണം 8:30 ഭക്ഷണം കഴിക്കാൻ വരാൻ. പറയാം. അല്ല, എന്നെ വിളിക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കാൻ താനും വന്നോളൂ. അബി, എന്താണ് അവിടെ നിൽക്കുന്നേ? കയറി വാ. അബി, എന്താ? എന്തിനാ നീ കരയണേ? എന്തു പറ്റി? ഇങ്ങോട്ട് വന്നേട്ടാ. എന്താടി? നോക്കിയേ. അബി, എന്താടാ കരയുന്നേ? എന്തു പറ്റി? ഞാൻ അച്ഛ അമ്മ കാളി. കാളി എന്ത് ചെയ്തു? അമ്മ കണ്ണ്. എടാ തെളിച്ചു പറയടാ. കാളിയുടെ കണ്ണ്
അതാ ഞാൻ സ്വപ്നം കാണാറുള്ളത്. എന്താ? അത് ആ കണ്ണുകൾ തന്നെ. ഈശ്വര, വെയിറ്റ്. Those eyes? ഇത് ഭൈരവന്റെ കണ്ണു പോലില്ലേ? അതോ എനിക്ക് തോന്നുന്നതോ? ആയിരിക്കും അല്ലേ? ഏട്ടാ. അമ്മേ, എന്താടി കൃതി, നീ പേടിപ്പിച്ച് കൊല്ലു എന്നെ. സോറി. എന്താ വന്ന ഉദ്ദേശം? ഏട്ടാ, ആരെ ഗസ്റ്റ് ഹൗസിൽ പുതിയ ആൾക്കാര്? അത് വരുൺ മാമയുടെ കസിനും ഫാമിലിയാണ്. ഓ, എന്റെ പ്രായത്തിൽ അവിടെ വല്ല കുട്ടികളുണ്ടോ? ഏയ്, എന്റെ പ്രായത്തിലൊരു പയ്യനുണ്ട്. അപ്പൊ സെറ്റ്. എന്ത്? ഉത്സവത്തിന് ഡാൻസ് കളിക്കാൻ പേര് സെറ്റാക്കാൻ. What do you mean? ഞാനും ആ കാട്ടുമാക്കാനും ആദ്യേച്ചിയും തേജുവേട്ടനും തൻവിയും കിയാനേട്ടനും എന്റെ ഏട്ടനും പിന്നെ ആ വന്ന ചേട്ടനും പേര് ഡാൻസ് പൊളിക്കില്ലേ? ശരി, പേർ ഡാൻസോ? അപ്പോ അവൻ കളിച്ചില്ലെങ്കിൽ ഈ കൃതി കളിപ്പിക്കും. അമ്മ, ഞാൻ പോവാ. 8:30 ആവട്ടേടാ. അതിപ്പാവും. എനിക്കിപ്പോഴും അവൻ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും. അല്ലേലും ഇതെങ്ങനെ സാധിക്കാനാ? അമേരിക്ക കിടക്കുന്ന അവൻ ഈ നാട്ടിൻ പുറത്ത് കിടക്കുന്ന കുട്ടനെ എങ്ങനെ നിത്യ സ്വപ്നം കാണുന്നേ? അതും അവന്റെ കണ്ണു മാത്രം. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. ഒന്നില്ലെങ്കിലും അവിടെ കിടക്കുന്നവനെ നമ്മൾ ഈ നാട്ടിൽ കൊണ്ടുവന്ന് അവന്റെ ദോഷം മാറ്റാൻ വരുത്തിയതല്ലേ? അവസാനം അവന്റെ ദോഷാണെന്ന് പറഞ്ഞ ആ കണ്ണുകൾ തന്നെ അവന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എനിക്കറിയണം കാളി, ഞാൻ എന്തുകൊണ്ടാ നിന്റെ കണ്ണുകൾ ഇങ്ങനെ നിത്യവും കാണുന്നതെന്ന്. ഐ വാണ്ട് ടു ഫൈൻഡ് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ, ഓർ എൽസ് എനിക്ക് ഭ്രാന്ത് പിടിക്കും. അച്ഛാ, ഭൈരവ്, അബി. ഹബീന്ന് വിളിച്ചാ മതി. ഹബി, കയറി വരൂ. അവിടെ പിള്ളേരുണ്ട്, പോയി കൂട്ടുകൂട്. നതു, ദാ ഉപ്പ് നോക്കിയേ. കൊള്ളാം, ഇത്രയും മതി. ഹലോ ഗൈസ്, നമ്മളിത് വീണ്ടും നമ്മുടെ കിച്ചണിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മളുടെ അടുക്കളയിൽ സഹായിക്കാനായിട്ട് 3 യുവതികളുണ്ട്. ആരൊക്കെയാണെന്നറിയാലോ? എന്റെ 3 നാത്തൂന്മാർ. ഒരെണ്ണം എന്റെ നാത്തൂനല്ല, എന്റെ ട്വിൻ സിസ്റ്റർ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് 2 വർഷമായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ എല്ലാവരും ഒന്നും കൂടി അറിഞ്ഞോളൂ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പല വെറൈറ്റീസ് ഓഫ് പച്ചക്കറികളാണ്. അല്ലേ ജാനു? അതെ. അപ്പോൾ ചാരു എന്താ ഉണ്ടാക്കുന്നത്? ഞാൻ സാമ്പാർ വെക്കുക. ഗായ്സ്, സാമ്പാർ വെക്കുന്നുണ്ട്. ഇനി ശ്രീകുട്ടി പറയൂ, എന്താണ് ഉണ്ടാക്കുന്നത്? മാമ്പഴപ്പുളിശ്ശേരി. മാമ്പഴപ്പുളിശ്ശേരി. ഗായ്സ്, ഇവിടെ കുറെ മൂവാണ്ടൻ മാങ്ങയുണ്ട്. ഈ മാങ്ങയിലൊക്കെ അണ്ടി എടുത്തിട്ടാണ് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നമുക്കിതൊക്കെ കഴിച്ചു നോക്കാവേ. അതിൽ തൊട്ടാൽ നിന്റെ കൈ ഞാൻ വെട്ടും. ഈ പെണ്ണിനെ കൊണ്ട് ഒരു തൊഴിലുണ്ടാവില്ല. അതെ. ദാ ജ്യോതി, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഉള്ളിയൊക്കെ ഇരുന്ന് അരിഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ ഫോൺ ഞാൻ അടുപ്പത്തിട്ട് കത്തിക്കും. ഓ നോ, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ഇപ്പോൾ എല്ലാം അരിഞ്ഞു തരാം. ഗൈസ്, തിന്നുന്ന വീഡിയോ ഞാൻ പിന്നെ എടുക്കാവേ. ഇപ്പോൾ ഇവിടെ എനിക്ക് സഹായിച്ചില്ലെങ്കിൽ ഈ ജാനു എന്നെ തല്ലിക്കൊല്ലും. അന്ധഭയം. നോക്ക്, കള്ളം കാട്ടുമക്കാൻ. ഓ, ഞാൻ നിർത്തി. ഇതിപ്പോ എപ്പോ നോക്കിയാലും കള്ളം ഞാൻ തന്നെ. കള്ളന്മാർക്ക് അത് തന്നെ കിട്ടും. ഡി ഓ, തല്ല് പിടിക്കില്ല രണ്ടും. ആരാ? ഭൈരവ്. കാളി. വാ, ഇവിടെ ഇരിക്ക്. കള്ളനും പോലീസും കളിക്കാനുണ്ടോ? യാ, ഷുവർ. ഓക്കെ, കാട്ടുമാക്കാൻ കള്ളൻ. അയ്യേ, ഞാനല്ല. അപ്പൊ ആരാ? ഞാനാ. ദേച്ചി. സോറിടാ. കുട്ടാ, നീ ആരാ? ഞാൻ രാജ്ഞി. ആൻഡ് യു അബി? ഐ ആം കിങ്. വാവ്, കിങ് ആൻഡ് ക്യൂനേ. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറയൂ. ചേട്ടാ, നമ്മുടെ ഇവിടെ നാഗോത്സവത്തിന് ഡാൻസ് പരിപാടികളുണ്ട്. അപ്പൊ നമ്മൾ പേ ഡാൻസ് ആണ് സെലക്ട് ചെയ്തത്. പക്ഷേ രണ്ടുപേര് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ മാത്രം ഒറ്റയ്ക്കാവും. അതുകൊണ്ട് ചേട്ടൻ്റെ ഏട്ടന് വേണ്ടി ഒരു പെയർ ആവാൻ പറ്റുമോ? യു മീൻ ഡാൻസ് പെയർ? യാ, ഷുവർ.
ഇറ്റ്സ് എ ക്ലാസിക് വൺ ഭൈരവ്. തനിക്കതൊക്കെ വശമുണ്ടോ? കാളി എന്നെ പഠിപ്പിച്ചാൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ ദെൻ. ഏ അപ്പൊ സെറ്റ്. ഞാൻ നിന്റെ കൂടെ കളിക്കില്ല. അതെന്നോട് തനിക്ക് കളിച്ചാല്? എനിക്ക് നിന്റെ പേരാവാൻ സൗകര്യമില്ല, അതുകൊണ്ട്. ഓഹോ അങ്ങനെയാണല്ലേ കുട്ടേട്ടാ. നിങ്ങൾ ഈ കാട്ടുമാക്കാന്റെ കൂടെ കളിച്ചോ, ഞാൻ അഭിയേട്ടന്റെ കൂടെ കളിച്ചോളാം. അതൊന്നും പറ്റൂല. എന്തുകൊണ്ട് പറ്റില്ല? നിങ്ങൾക്ക് എന്റെ കൂടെ പേരാവാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ അഭിയേട്ടന്റെ പേരായിക്കോളാം. ഈ അബിയുടെ മാത്രം നിനക്ക് ആവാൻ പറ്റുള്ളൂ. വേറെ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ. നിനക്ക് തേജുമായിട്ട് കളിച്ചൂടെ? അയ്യടെ മനമേ, തേജുവേട്ടൻ എന്റെ പേരാ. അപ്പോ കിയാനെ വിളിക്കേ. പിന്നെ കിയാനേട്ടനെ തൻവിയേച്ചി ഇപ്പൊ തരും. തൻവിയും ആദ്യേച്ചി എനിക്ക് എന്തായാലും അവരെ തരില്ല, അതുകൊണ്ട് അഭിയേട്ടൻ മതി. ഓ വേണ്ട, നീ എന്റെ കൂടെ കളിച്ചാ മതി. അയ്യോ അത് ഭയങ്കര കുറച്ചിലാവില്ലേ? ഞാൻ അഭിയേട്ടന്റെ കൂടെ കളിച്ചോളാം. ദേ പെണ്ണെ, വല്ലാണ്ട് നീ ചോദിച്ചിട്ടുണ്ടെങ്കിലല്ലോ നീ അന്ന് ഡാൻസ് കളിക്കില്ല. നിനക്ക് എന്റെ കൂടെ വാടി. താങ്ക് ഗോഡ്, ആ കൊച്ചവന്റെ കൂടെ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ ചെക്കൻ്റെ കൂടെ കളിക്കാൻ പറ്റില്ലായിരുന്നു. വെയിറ്റ് എ മിനിറ്റ്, എന്റെ ചെക്കനോ? എപ്പോ തൊട്ട്? ദൈവമേ, എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്? ഭൈരവ് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു, വാ. ആ യാ. എന്നെ എങ്ങോട്ട് വലിച്ചിട്ട് പോണ കാട്ടുമാക്കാനേ? ദേ കുരുപ്പേ, ആ ചെക്കനെ ദിപ്പ തന്നെ വന്ന് കയറുള്ളൂ. അവനെ കണ്ട വശം തന്നെ നീ അവന്റെ കൂടെ തൊള്ളാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ നല്ലത് കിട്ടും. മര്യാദയ്ക്ക് എന്റെ കൂടെ കളിച്ചോ. ഞാൻ മര്യാദയ്ക്ക് കളിക്കാനല്ലേ നിന്നത്? അപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്റെ കൂടെ കളിക്കാൻ സൗകര്യമില്ലാന്ന്. ഞാൻ എന്റെ സൗകര്യത്തിന് പലതും പറയും, അത് നീ കേട്ടാ മതി. ദൈവമേ, ഈ കാട്ടുമാക്കന് ഇത് ജലസ് ആണെന്ന് പറയാനായിട്ട് എന്തിനാ അത്ര മടി? ഇതിന് ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? എന്റെ ജീവിതം പോയി. അല്ലെന്ന് കുഞ്ഞുനാളും മുതൽ ഇതിനെ കണ്ട് വളർന്നുകൊണ്ട് അതിനോട് സ്നേഹം തോന്നിയത്. ഇതൊന്നും തോന്നില്ലായിരുന്നെങ്കിൽ വേറെ വല്ല ചെക്കന്മാരെ കെട്ടി സൂക്കാട്ടി ജീവിക്കാറുന്നു. പോട്ടി തേണ്ടി ചേച്ചാ. എന്തുവാടി കണ്ണൂറ്റി നോക്കുന്നേ? ഒന്നുമില്ല, വാ, എനിക്ക് വിശക്കണ്. ആ വാ. അതാരാണാവോ? ഹായ് മമൻസ്. ഡാഡിക്കോൾസ്, നമസ്കാരം. ഓ അങ്ങോട്ട് മാരടി. എന്റെ അമ്മമാരെ ഞാൻ കാണട്ടെ. ഓ ഈ വിറ്റുങ്ങളായിരുന്നു. അതെ, ഇനി ഈ വീട് തലകീഴാവും. അത് ഉറപ്പല്ലേ? നമ്മുടെ പിള്ളേരെല്ലാം നമ്മളെക്കാളും കഷ്ടാണല്ലേ. പറയാനുണ്ടോ? വന്ന വശം തന്നെ ഞങ്ങൾക്കിട്ടല്ലേ. അകത്തേക്ക് കേറിച്ചില്ലടാ. പോവാ, ബാക്കി വന്നിട്ട് തരാം. ശുഭം. ഓ മൈ മുത്തുമണീസ്. അയ്യോ ഏട്ടൻസ്. കുട്ടാ, കിയാ, ആദ്യമോൾസ്, തനുട്ടി. ഇതാരാ? ആ ഇത് ഭൈരവ്. ഹേ ഹബി, തേജു. എടാ നിനക്കവനറിയോ? ആ ഞങ്ങൾ ഒരുമിച്ച് അമേരിക്കയിലായിരുന്നു. ഓ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ അഭിയേട്ടനെ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. ഓക്കെ. ഇതാണ് ജ്യോതി അമ്മായിയുടെയും വരുൺ മാമയുടെയും മക്കള് അർണവ് ആൻഡ് ആദ്യ. പിന്നെ ഇവര്, ഇത് കിച്ചു മാമയുടെയും ജാനു അമ്മയുടെയും മക്കള് തേജസ് ആൻഡ് തൻവി. ആൻഡ് ഫൈനലി ഇത് ചാരു മേമയുടെയും ജിത്തു പാപ്പന്റെയും മോൻ കിയാൻ. സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ്. ആ പിന്നെ ഞാൻ വേറൊരു സീക്രട്ട് പറഞ്ഞു തരാം. എന്താ? കിയാൻ ലവ്സ് ജാൻവി, ആദ്യ ലവ് തേജു, ആൻഡ് ഞാൻ ലവ് ആരു. ഓഹോ, അത് കൊള്ളാലോ. പിന്നല്ലാതെ. ഡി മതി അവര് ചെവി തിന്നത്. ബാക്കി പ്ലാൻ പറ. അതെ, 1 month ഉണ്ട്, അടിച്ചു പൊളിക്കണം. യെസ്, ഞാൻ ഇപ്പോഴേ പറയാം. ഫസ്റ്റ് പ്ലാൻസ് ഡാൻസ് പ്രാക്ടീസ് ഇപ്പോഴേ തുടങ്ങണം, ഇല്ലെങ്കിൽ ലാസ്റ്റ് പണിയാവും. അതെ, ആൻഡ് അച്ഛന്മാരെ കൊണ്ട് സോങ് വേണം. യെസ്, അത് വേണം. കുറേയായി അവരുടെ പാട്ട് കേട്ടിട്ട്. ഓക്കെ, അപ്പൊ നാളെ തൊട്ട് പേയേഴ്സ് സെപ്പറേറ്റ് പ്രാക്ടീസ് പോകണം. അത് കഴിഞ്ഞ് ഉടനെ തിരിച്ചു വന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കാം. ഓക്കെ ഓക്കെ, സെറ്റ്. ഇനി എല്ലാം പോയി കുളിക്ക് നേർന്നു. എൻ്റെ കൊണ്ടുവന്ന സാധനങ്ങൾ എനിക്ക് ഏൽപ്പിക്കേണ്ടതാണ്. അയ്യോ, അമ്മയെ കണ്ടില്ല. യെസ് മൈ പുവർ മമ്മി, ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാമേ. അതെ ഞാനോ നിക്ക്. ഈ ദാരിദ്ര്യങ്ങളെ കൊണ്ട്. അബി മോനെ. ആ അമ്മ. അബി, നീ ഇപ്പോ ആ കണ്ണ സ്വപ്നം കാണാറുണ്ടോ? ഇല്ല, ഇന്നലെ ഞാൻ അതൊട്ടും കണ്ടില്ല അമ്മ. ഓ, ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? എനിക്കറിയില്ല. എനിക്കിതൊക്കെ അറിയാണ്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അമ്മ. നീ വിഷമിക്കാതെ അബി, നാളെ നമുക്ക് കാവിൽ പോയിട്ട് എന്താന്ന് വെച്ചാൽ നോക്കാം. ആരാ? ഞാനാ മാധവൻ. ആ പറയൂ മാധവ. ഒരു കാര്യം പറയാൻ വന്നതാ. നാളെ ദേവേട്ടൻ എന്റെ കൂടെ ഒരിടം വരെ വരണം. ഓ വരാം. എന്തിനാ? അത് ഞാൻ പറയേട്ടാ. ഒപ്പം ഹബിയുടെ ജാതകം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തോളൂ. ആ
അതുണ്ട്. പക്ഷേ അതെന്തിനാ? പറയാം, എല്ലാം പറയാം. പക്ഷെ ഇപ്പൊ ഏട്ടൻ നാളെ എൻ്റെ കൂടെ വരണം. ശരി. എങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാ. ഓ ആയിക്കോട്ടെ. കളി എങ്ങോട്ടാ? ആ ഭൈരവ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാനൊന്ന് കുളം വരെ പോവാ. അവിടെയാണ് കുളിക്കാറ്. ഇന്ന് ജോലി ഉണ്ടല്ലോ. ഓ, ഇവിടെ കുളമുണ്ടോ? ആ ഉണ്ട്. എന്നാ ഞാനും വന്നോട്ട് കുളിക്കാൻ. അതിനെന്താ, വായോ. എന്നാ ഞാൻ പോയി ഡ്രസ്സ് എടുത്തിട്ട് വരാം. ഓക്കെ. തെളുതേളെ പൂമാന പന്തലി ലല്ലോ വാവ്, ഇവിടെ കുറെ ലോട്ടസ് ഉണ്ടല്ലോ. ഞങ്ങ വളർത്തുന്നതാ. വേണോ കഴിക്കാൻ? കഴിക്കാനോ? ആ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. താമര ആരെങ്കിലും കഴിക്കോ? ഓ താമരല്ലെന്നേ, താമരയുടെ അല്ലി. ആ, എന്നാ കഴിച്ചു നോക്ക്. ഓക്കെ. എങ്ങനെയുണ്ട്? ഇതൊരു വെറൈറ്റി ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊക്കെ കഴിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇവിടെ കഴിക്കാനുണ്ട്. എന്നാ വേഗം കുളിച്ചിട്ട് പോവാം, എനിക്ക് സമയായി. ആയാ. അലിഗാലി അണിഗാലേ ഉഴുതുമാ റിച്ചേ മണ്ണീനെ മറോടി ചേർത്തു പീഡിച്ചേ അഞ്ഞരില്ലാത്തൊരു കൂടും ചാമച്ചേ അപ്പോ നമ്മുടെ പ്രാക്ടീസ് എപ്പോഴാ നടക്കുക? ഞാൻ വന്നിട്ട് നടത്താം. നമുക്ക് ഇരുട്ടാവൂല, നേരത്തെ എത്തും. ഓക്കെ. തിരുമേനി, ഇതാ ജാതകം. കുട്ടന്റെയോ? ഇന്നാ 10ൽ 10 പൊരുത്തം. നിങ്ങൾ എന്തേ സംസാരിക്കുന്നത്? ഇയാളാണോ ഈ ഭൈരവന്റെ പിതാവ്? ആ, അതേ തിരുമേനി. മോൻ എന്തെങ്കിലും അസാധാരണമായി കാണുന്നത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. എന്തായിരുന്നു? അതൊരു കണ്ണും പിന്നെ നാഗത്തെയും. ആരുടെ കണ്ണാണെന്ന്? കാളിയുടെ. എത്ര നാളായി ഇത് കണ്ടു തുടങ്ങിയിട്ട്? എത്ര നാളായിന്ന് ചോദിച്ചാ അവന് 10 വയസ്സായപ്പോ തൊട്ട്. എന്നിട്ട് ഇപ്പോഴാണോ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ അടുത്ത് ഭാര്യ പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത് തന്നെ. എല്ലാം വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. തട്ടിപ്പ് നടക്കാറുണ്ട് ഇതിന്റെ പേരും പറഞ്ഞ്. പക്ഷെ ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അത്രയും ചെറിയ പ്രായത്തിൽ തന്റെ മകൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ജോത്സ്യനെ കണ്ട് എന്തെങ്കിലും നോക്കായിരുന്നു. അത് പോട്ടെ, എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിങ്ങൾ കേൾക്കണം. എന്താ തിരുമേനി, പറഞ്ഞോളൂ. തന്റെ മകന്റേത് ഒരു പുനർജന്മമാണ്. അതും ആരുടെ പുനർജന്മമാണെന്നറിയോ? സാക്ഷാൽ ഭൈരവന്റെ, മഹാദേവന്റെ. ഞാൻ പറയുന്നത് തമാശയല്ല, പുനർജന്മമാണ്. സാക്ഷാൽ മഹാദേവൻ തന്റെ പാർവതിയെ സ്വന്തമാക്കാൻ തിരികെ വന്നിരിക്കുന്നതാണ്. ഈ പാർവതി എന്ന് പറയുന്നത് പുരുഷ രൂപത്തിലാണ് കയറിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ മനുവിന്റെ മകനായ കാളിയുടെ ദേഹത്ത്. അപ്പോൾ ഭൈരവനെയും കാളിയെ ഒന്നിപ്പിക്കേണ്ടത് നമ്മളുടെ എല്ലാം ഉത്തരവാദിത്വമാണ്. തിരുമേനി എന്തൊക്കെ പറയുന്നേ? ഒരു ആൺകുട്ടിയെ മറ്റൊരാൺകുട്ടിയുമായി എനിക്കത് സാധിക്കില്ല. സാധിക്കണം. ഇല്ലെങ്കിൽ തന്റെ മകന് തന്നെയാ ദോഷം. കൃത്യം 27ാമത്തെ വയസ്സിൽ അവനവന്റെ പാതിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണം അത് ഉറപ്പാണ്. ഇരുവരുടെ കാര്യത്തിലും എനിക്കത് ഉറപ്പ് നൽകാൻ സാധിക്കും. തന്റെ ഒരു എതിർപ്പ് ഇല്ലാതാക്കാൻ പോകുന്നത് 2 ജീവനാണെന്ന് ഓർത്തിട്ട് വേണം എന്തും തീരുമാനിക്കാൻ. പക്ഷേ ഇതൊക്കെ വിശ്വസനീയമായി എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ. തോന്നിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ എല്ലാം കാണും. അതുവരെ കാത്തിരിക്കണം. ഇത് മറ്റൊരു പുനർജന്മമായതുകൊണ്ട് പൂർണ്ണചന്ദ്രദിനം എന്തായാലും വരും. അന്ന് നിങ്ങൾ അറിയും ഇതിന്റെ എല്ലാം പൊരുൾ. ദേവേട്ട, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഈ ജന്മമെങ്കിലും കാളി തന്റെ ഭൈരവനെ സ്വന്തമാക്കാൻ അനുവദിക്കണം. എടാ, താൻ ഇതെന്താടോ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ പറഞ്ഞു തരാം, സമയം പോലെ. പക്ഷെ ഇപ്പോ ഏട്ടൻ അവര് തമ്മിൽ ഒന്നിക്കുന്ന ഏതെങ്കിലും സന്ദർഭം ഉണ്ടായാൽ ഒന്നിൽ ഇടപെടരുത്. നഷ്ടം നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ടാവും. എൻ്റെ കുട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ദേവേട്ടൻ കണ്ണടച്ച് നിൽക്കണം. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ. വരൂ, പോവാം.
വിനിതേ വിനിതേ ആ വേഗം വേഗം എല്ലാം പാക്ക് ചെയ്. ഏ എന്തിന്? നമുക്ക് ഇവിടെ നിന്ന് വേഗം തന്നെ പോണം. ഇവിടെ ഉള്ള എല്ലാവരും പൊട്ടന്മാരാ. ഏട്ടാ നിങ്ങൾ എന്തീ പറയുന്നേ? ആ ഭക്തി കൂടിയിട്ട് പ്രാന്ത് പിടിച്ചവരാ. നമ്മുടെ മോന്റെ മെത്ത് ദൈവമുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നേ. ഇതൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ. നമുക്ക് ഇപ്പൊ തന്നെ പോണം. പക്ഷേ നിന്നോടാ ഞാൻ പറഞ്ഞ വേഗം പാക്ക് ചെയ്. കൊച്ചെന്തേ? മുറിയിലുണ്ട്. ആ അബി വേഗം ബാഗൊക്കെ പാക്ക് ചെയ്തേ. എന്തിനാച്ചാ? നമുക്കിവിടെ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട്. കാരണം പറ. ഇപ്പൊ ആ കാരണമൊക്കെ പറയാൻ എനിക്ക് വയ്യ. നീ എനിക്ക് വന്നേ. ഞാൻ വരില്ല. അബി പറയുന്നത് കേക്ക്. കഴിഞ്ഞ 50 വർഷമായിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുത്തനുണ്ട് ഇവിടെ. അവനെ കൊണ്ടുപോകാതെ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. അബി കൈലാസം ഒഴിഞ്ഞു കിടക്കുകയാണ്, നാഗക്കാവും ഒഴിഞ്ഞു കിടക്കുകയാണ്. അവളില്ലാതെ നാമില്ല. ഏട്ടാ അവനിതെന്താ പറ്റിയേ? എനിക്കറിയില്ല. അബി അഭിനയിക്കാതെ എനിക്ക് വന്നേ. നിങ്ങൾക്കിരുവർക്കും പോവാം, പക്ഷേ ഈ ശരീരം അത് ഞാൻ തരില്ല. അമ്മേ, അച്ഛാ. കാളി ഞാൻ പറയുന്നത് തമാശയല്ല, പുനർജന്മമാണ്. സാക്ഷാൽ മഹാദേവൻ തന്റെ പാർവതിയെ സ്വന്തമാക്കാൻ തിരികെ വന്നിരിക്കുന്നതാണ്. ഹേ കാളി. ഹേ ഭൈരവ്. അച്ഛനമ്മ എന്തേ? അവരകത്തുണ്ട്. ആ അവരോട് ചായ കുടിക്കാൻ വരാൻ പറ. ആൻഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോണം. ആ ഞാൻ ദാ വരുന്നു. ഫസ്റ്റ് നീ പോയി അവരോട് പറ. ആ ഞാൻ മറന്നു. അച്ഛാ, അമ്മേ. നിങ്ങളെങ്ങോട്ട് ഈ ബാഗൊക്കെ പെറുക്കിയിട്ട്? ഒന്നുമില്ല. ആ അതെ, നിങ്ങളോട് അവിടെ ചെന്ന് ചായ കുടിക്കാൻ പറഞ്ഞു. ഞാനുണ്ടല്ലോ ആ കാളിയുടെ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. ആ ചെല്ല്. ഏട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം വേം പറഞ്ഞോ. പറയാം. ഈശ്വര, എന്തേ? ഈ നാഗക്കാവില് ആദ്യം വെച്ച് ആരാധിച്ചത് ദുർഗാദേവിയായിരുന്നു. അതിനുശേഷം നാഗരാജാവിന്, പിന്നെയാണ് കാളി വന്നത്. അവസാനം വന്നത് കാളി ഭൈരവനായിരുന്നു. കാളി ഭൈരവൻ? ആ കാളിയും ഭൈരവനും കൂടി ചേർന്നുള്ള ശക്തി. അവിടെ നിത്യം ആരാധിച്ചു പോകുന്ന ദൈവങ്ങൾ. ആ ദൈവങ്ങളെ ഇപ്പൊ നമ്മ കണ്ടത്. ഓ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ, സമയമാകുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് പേടിയാവുന്നു മാധവ. പേടിക്കാനൊന്നുമില്ല ഏട്ടാ. നമ്മൾ അവരുടെ കൂടെ നിന്ന് കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും. ಮಣಿನಾಗೆ ಗಿಲಗಿಲಗೆ ಗರಿನಾಗೆ ಗಿಲಗಿಲಗೆ ಪಾದಾಳ ಮಣಿನಾಗೆ ಕರಿನಾಗೆ ಗಿಲಗಿಲಗೆ ಗಿಲಗಿಲ 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 ಗಿಲಗಿನಾಗೆ